ലൈവിൽ എന്തെങ്കിലും പറഞ്ഞ് നടക്കില്ലേ? എന്റെ അനുഭവമാണ്. ആര് പറയാതെ പോയി നോക്കിക്കേ, അത് കറക്റ്റാണ് കേട്ടാ. ഞാനിവിടെ എപ്പോഴും പറയേ ദൈവം എനിക്കൊരു ഫുൾ നൈറ്റ് വന്നു, എനിക്കൊരു അപ്പാർട്ട്മെന്റ് വർക്ക് വന്നു, നൈറ്റ് വർക്ക് വന്നിട്ടോന്ന് ഞാൻ പറയല്ല, അത് ക്യാൻസലാവും അല്ലേ? സത്യം. ഞാനിപ്പോ ആശ്രമേച്ച് പോകുന്ന കാര്യം ഓർത്തിരിക്കുന്നത്, അത് മിക്കവാറും ക്യാൻസലാവുന്ന വട്ടാ തോന്നുന്ന കൊല്ലി. ഞാൻ ലൈവിൽ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ, ആളുകൾ മൊത്തം ലൈവിൽ പറഞ്ഞിട്ടല്ല പോണത്, അവിടെ എത്തിയിട്ട് വേണം അറിയാൻ അല്ലേ? അതാണ് നിങ്ങൾക്ക് തരാനുള്ള ഒരു സർപ്രൈസ്. പബ്ലിക് പറയുമ്പോൾ എല്ലാവരും കണ്ണു വയ്ക്കും. കറക്റ്റ് റിപ്പനിക്കൂടെ മെസ്സേജ് വന്നു. നമ്മൾ അവിടെ പോയി, നമ്മൾ ഏത് സ്ഥലത്താണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് സർപ്രൈസോ, അവർക്ക് അങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കാൻ അല്ലേ? ചുമ്മാ ലൈവില് പറഞ്ഞിട്ട് ചുമ്മാ വെറുതെ ആ കാര്യം നടക്കൂല. ഞാനൊന്നും പറയില്ല ലൈവില്. ഇന്നലെ ഞാന് സിനിമ കണ്ട് മഴയത്ത് മുമ്പ് തിരിച്ചു വന്നിട്ട് വേണം പോസ്റ്റാൻ. എല്ലാവരും ഒന്ന് തൊട്ടോട്ടെ, ഞെട്ടട്ടെ. അതെ, ഞാൻ ഇന്നലെ മഴയത്ത് മുമ്പ് സിനിമ കണ്ടു. ദൈവമേ, അയ്യോ എനിക്കങ്ങ് സങ്കടം വന്നിട്ട് കരഞ്ഞു. എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു. എൻ്റെ അമ്മോ, രക്ഷയില്ല. ഇന്ന് രാത്രി ഈ സിനിമ കാണും. ഇന്ന് കരയാൻ വയ്യ. ഞാൻ പോയി കണ്ടോളാം. ആരുടെ പടമാണോ അത് അറിയില്ല. മമ്മൂട്ടിയുടെയും ശോഭനയുടെയും ആനിയുടെയും ശ്രീനിവാസന്റെയും ഒക്കെ പടം കണ്ടിട്ടില്ല. ശോഭനയുടെ കാലൊക്കെ ഇങ്ങനെ തളർന്നു കിടന്നിട്ട് ഇവ മാഷായിട്ടുള്ള സിനിമയില്ലേ മമ്മൂട്ടി, മാഷിനെ പ്രണയിക്കുന്ന കഥ, അത് തന്നെ. ഞാൻ ഇതേപോലെയായിരുന്നു പണ്ട് സ്കൂളിൽ പഠിച്ചപ്പം. മാഷിനെ പ്രണയിക്കും എനിക്ക് ഇതേപോലെ ലവ് ഉണ്ടായിരുന്നു. സാറിന്റെ പേര് പറയില്ല. ഞാൻ എടവൂര് സ്കൂളിൽ പഠിച്ചപ്പം, ഞാൻ 7, 6 പഠിച്ചപ്പോൾ, 5 നിർത്തും, 5, 6, 7 പഠിച്ചപ്പം എൻ്റെ ക്ലാസ് സാറായിരുന്നു, എൻ്റെ കണക്ക് സാറ്, മാത്സ്. എന്നിട്ട് ആ സാറിനെ എപ്പോഴും ഞാൻ നോക്കിയിരുന്ന് എനിക്ക് ഭയങ്കര പ്രണയമായിരുന്നു. ഹോളിഡേറ്റിനൊക്കെ അറിയാൻ കഥ. എനിക്കെന്ന് പറഞ്ഞാൽ അയാളില്ലാതെ പറ്റൂലാണ് ആ സാറ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഓർമ്മപ്പെടുത്തല്ലേ എന്ന്. ഇത് കേക്ക് ആശ്രമിച്ചിട്ടില്ല മാഷ്, സത്യം ചേച്ചി. എന്നിട്ട് സാറ് കണക്കെടുപ്പിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. സാറ് ബോർഡിലേക്കും. സാറിന് ഇവിടെ മുടിയില്ലേ, ഈ 2 സൈഡിലും മുടിയില്ല, കഷണ്ടി ചെയ്യണം. പക്ഷെ നല്ല ചുള്ള ചെക്കനാണ് സാറ്, ഹിന്ദുവാണ്. അപ്പം ഞാൻ ഏറ്റവും നമുക്ക് ക്ലാസ്സിൽ ബെഞ്ച് മാറുന്ന സ്വഭാവമുണ്ട്. ആഴ്ചക്കല്ല ഡെയിലി ഞാൻ ബാക്കിൽ ഇരിക്കും. അപ്പം ബാക്കിൽ വേറെ ബെഞ്ചില്ല. ഞാൻ ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് നോക്കാൻ എളുപ്പം. നമുക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ പിള്ളേർ, ബാക്കിൽ നിന്ന് പെൺപിള്ളേർ കാണും. അപ്പം എനിക്ക് ബാക്ക് സീറ്റാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഫ്രണ്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടാ. ഞാൻ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ബാക്കിൽ ഇരിക്കുമ്പോൾ സാർമാർ ഇങ്ങനെ നടക്കുന്ന സ്ഥലം എനിക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല. ബെഞ്ച് ഇടുമ്പോൾ എനിക്ക് അങ്ങറ്റത്തിരിക്കണം. അങ്ങറ്റത്തിരിക്കുമ്പോൾ സാറിനിക്കൂടെ നടക്കും. മനസ്സിലായ ചേച്ചിക്കും അങ്ങനെയല്ലേ ചേച്ചി? അതായത് നമ്മളിതിപ്പോ ഫ്രണ്ട് ആണെങ്കിൽ ബെഞ്ച് ഇങ്ങനെ ഇടുമ്പോൾ കൂടെയാണ് നടന്നു. എനിക്ക് ഈ സൈഡിലിരിക്കുന്നത്, ഫസ്റ്റ് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഫസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിരിക്കും ഞാൻ, ലാസ്റ്റ്. അപ്പൊ അങ്ങനെ ഇതല്ല. അപ്പൊ സാറ് ഇതിൽ കൂടെ നടക്കും. അപ്പൊ ഇതിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ എപ്പോഴും പിള്ളേരോട് പോയിട്ടേ എനിക്ക് ഏറ്റവും കൂടുതൽ പൊക്കമുണ്ട്, ഞാൻ അങ്ങനെ എൻ്റെ സീറ്റാണെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്താക്കും, ബട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ 5, 6 പഠിച്ചപ്പോഴായിരുന്നു ചേച്ചിയെ ഒന്നും പറയണ്ട, ഭയങ്കര പ്രണയം എന്ന് പറഞ്ഞിട്ടല്ലോ. ലാസ്റ്റ് ഞാൻ മൂഞ്ചി. അവിടുത്തെ എല്ലാ ടീച്ചർമാർക്കും അറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിനെന്ന്. എന്നിട്ട് ലാസ്റ്റ് ഏകദേശം ഞാൻ ഒളിച്ചോടാനൊക്കെ വരെ ആയി. ഒളിച്ചോടാൻ വരെ ഏകദേശം പദ്ധതിക്ക് ഇട്ടതാണ് ഞാൻ സാറും കൂടെ. ചീറ്റിപ്പോയി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അയ്യോ ഭയങ്കര. സാറ് ബോർഡിൽ എഴുതുമ്പോ ഉണ്ടല്ലോ
ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ബാക്കിൽ കൂടെ വന്ന് നമ്മൾ വടി ചൂറിൽ പിടിച്ചിട്ട് ഒരു മുണ്ട് ഇങ്ങനെ കുത്തുട്ടാ സാറ്. എങ്ങനെയാണെന്നറിയോ, നമ്മളിങ്ങനെ ഇരിക്കും. അപ്പൊ സാറ് മുണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കുത്തുമല്ലോ, ഇങ്ങനെ ഇരിക്കും. ഒരു വടി ഇങ്ങനെ എന്നിട്ട് നടന്ന് കൈ ഇങ്ങനെ കുത്തും. മുണ്ട എടുക്കുള്ളൂ, ജീൻസ് എടുക്കൂല. കാരണം എനിക്ക് മുണ്ടാ ഇഷ്ടം. ആ സാറ് എപ്പോഴും മുണ്ടേ എടുക്കുള്ളൂ. കൈ ഇങ്ങനെ പൊന്നിച്ചിട്ട് ഇങ്ങനെ വടി കുടിച്ചിട്ട് നമ്മളെടുത്ത്. അപ്പൊ ഞാനിവിടെ ഇരിക്കട്ടെ ഇടയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ എൻ്റെ സാറ് ഇതെന്താ അത്, ഇതെന്താ ഇങ്ങനെയാണോ എഴുതണ്ടേ? അയ്യോ, അങ്ങനത്തെ പ്രണയമായിരുന്നു. മനസ്സിലായോ? സത്യം. നമ്മളിവിടെ ഇരിക്കാണ്ട് നമ്മുടെ ഇവിടെ വന്ന് നിൽക്കും അങ്ങറ്റത്ത്. എന്നിട്ട് പറയും ഞാൻ ശരിയാണല്ലോ എഴുതിയത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെയാണോ എഴുതാ, ഇങ്ങനെയാണോ എഴുതാ. അപ്പൊ ചിലപ്പോൾ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത് ഇവിടെ പിടിച്ചിരിക്കും. പിന്നെ ചില ടീച്ചർമാർക്കൊക്കെ ചെറിയ ചെറിയ ഡൗട്ടൊക്കെ ചെറിയ ഡൗട്ടൊക്കെ ടീച്ചർമാർക്ക് തുടങ്ങി. അങ്ങനത്തെ എടാ പോടാ. എന്നിട്ട് നമുക്ക് ഇത് എന്താ പറയാ, ചില സമയത്ത് മോർണിംഗ് ക്ലാസ് വയ്ക്കും, സ്പെഷ്യൽ ക്ലാസ് വയ്ക്കും. എന്നിട്ട് ഞാൻ നേരത്തേക്ക് പോകും. ചിലപ്പോൾ ഞാനായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ്, നേരത്തെ ചെല്ലണത്. അയ്യോ ഞാൻ എന്താ സത്യം പറഞ്ഞാൽ ഞാൻ റെസിക്കാം സ്കൂളിലെ മാഷന്മാരെ പ്രണയിക്കാന്ന് പറഞ്ഞതൊരു ത്രില്ല. സത്യം. ഞാൻ 3 വർഷം പ്രണയിച്ചു. 3 വർഷം. അവിടെ ഞാൻ പഠിച്ച സ്കൂൾ 7 വരെ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ 8ലേക്ക് മാറിയപ്പം ആകെ പ്രശ്നമായി. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ വേറെ ഒന്നും നടന്നൊന്നുമില്ലേ അച്ചി. അല്ലേ ആശപ്പ ചേച്ചി? സത്യമല്ലേ ആശപ്പച്ചി? സ്കൂളിൽ മാഷിനെ പ്രണയിക്കുന്നൊരു ത്രില്ലല്ലേ അല്ലേ? ഒരു മുണ്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് ബൈക്കിൽ വന്ന് ഇറങ്ങി ബാഗൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ആ സാറിനെ കാണാൻ പോണത്. നമ്മുടെ ക്ലാസ് ടീച്ചർ ഞാൻ എന്നും പ്രതിദേവമേ ഇന്ന് എൻ്റെ സാറ് മുടക്കം വരല്ലേ, ഇന്ന് സാറിന് പനിയൊന്നും വരത്തില്ലേ, എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണേന്ന് പ്രാർത്ഥിക്കും. ഇപ്പത് ആർക്കും സാറുമാരുടെ അത്ര തോന്നില്ല. അതല്ല വേറൊരു സാറും ഉണ്ട്. അയ്യോ അത് അതിനും വലുത്. ഞാൻ 2-3 സാറുമാരെ പ്രണയിച്ചു. ഈ 2 സാറുമാരെ ഇഷ്ടമായുള്ളൂ. ഒന്ന് സാമൂഹ്യം പഠിപ്പിക്കുന്ന സാറിനെ, അത് ചുള്ളൻ. അത് നല്ല കട്ടിമീശ നല്ല മുടി വയ്ക്കുക, കറുത്തതാണെങ്കിലും നല്ല രസമുണ്ട്. അത് ഇതേപോലെ തന്നെ സാറ്. പിന്നെ എൻ്റെ ക്ലാസ് സാറ് സാറിൻ്റെ പേര് കണക്ക്. 2 സാറ് പൊളിയാണ്. എന്താ ചെയ്യാ? അതിൽ ഒരു സാറ് എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാ. ചില സമയത്ത് ഓർക്കുമ്പോൾ സങ്കടമായി. എന്നിട്ട് സാറിനും എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞു, ഞാനും തുറന്നു പറഞ്ഞു. ഓരോ ഓർമ്മകൾ. സത്യം എന്നോട് സാറ് ലാസ്റ്റ് വിളിച്ചു എന്നോട് പറഞ്ഞു എനിക്ക് ബിജിനെ ഇഷ്ടമാണെന്നൊക്കെ. പക്ഷെ ഭാഗ്യമില്ല, കിട്ടിയില്ല. സാറ് കോതങ്കരക്കാരനാ. ഇപ്പൊ കളവനായിട്ടുണ്ടോ? ഇന്ത്യൻ സ്ലിം ഇട്ടാൽ ടിക്ടോക്കിൽ വർക്കാവുമോ? ഇന്ത്യൻ സ്ലിം ഇട്ടാൽ ഞാൻ ടിക്ടോക്ക് വർക്കാവില്ല. മനസ്സിലല്ല, മലയാളം സംസാരിക്കട്ടോ. പിന്നെ ഞാൻ പ്രണയിച്ചതാരെന്നറിയോ? 8ലും 9ലും 10ലും എൻ്റെ കൂടെ പഠിച്ച പയ്യനായിരുന്നു. അതും ഇതേപോലെ ഭയങ്കര പ്രണയമായിരുന്നു. കൂടെ പഠിച്ചവനെ.